ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. തുടങ്ങല്ലേ നമുക്ക്? തുടങ്ങല്ലേ? ഫൈനലി വി ആർ ബാക്ക്. എല്ലാരും ഉണ്ടോ? ഒരേ സംശയമാണല്ലോ രണ്ടുപേർക്കും. എല്ലാരും ഉണ്ടോ അവിടെ? എന്നോട്ടിട്ട് പോയതല്ലേ? ഏകദേശം ഒരു കൊല്ലം ആവാനായി. ഒരു 6 മാസം. 6 മാസം ഒന്നല്ല, 192 ദിവസമായിട്ടായി. 192. അപ്പൊ 7 മാസം ആവാനായി. കുഴപ്പമില്ല, അത് വലിയൊരു അകൽച്ചല്ലോ. ഇവിടെ 2 കൊല്ലം വരെ ഇട്ടിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. ഞങ്ങള് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒന്ന് ഗൾഫിൽ പോയി തിരിച്ചു പ്രവാസ ലൈഫിന് പോയതാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ മതിന്നേ. അതെ, വീണ്ടും തിരിച്ചു വന്നു. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ വിട്ടിട്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റുമോ? അതെ, അല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. അല്ല, പിന്നെ കഷ്ടപ്പെട്ട് കിടന്ന് ഞങ്ങള് ഇവിടെ മണലാരണ്യങ്ങളിൽ ഞങ്ങള് മരണത്തിനോട് മല്ലിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. എന്താ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടോ? 7 മാസം മാറി ഇവന്മാരെ അക്ഷരസ്ഫുടത പോയിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പോട്ടെ, അതിന് എഡ്യൂക്കേഷൻ വേണം. അത് നമുക്കില്ലല്ലോ. എഡ്യൂക്കേഷൻ അത് നമുക്കില്ലല്ലോ. അതെ അതെ, എഡ്യൂക്കേഷൻ ഇല്ലാത്തത് അവർ സഹിച്ചോളൂ. പക്ഷെ തീരെ ബുദ്ധി വളർച്ച വരാത്തത് എന്തെന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. ഇത്രയും നാളായിട്ട് ഇത്രയും മാറി നിന്നിട്ട് ഒരു ഇത്തിരിയെങ്കിലും വളർച്ച അല്ല, ഒരു കാര്യത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നല്ല ഗുണമേന്മയുള്ള മണ്ണാണല്ലോ ഉള്ളിൽ കിടക്കുന്നത്. വളരാണ്ടിരിക്കൂലല്ലോ. എഡ്യൂക്കേഷൻ ഓക്കെ. എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുമോ? ഇത്രക്ക് മണ്ടന്മാരോ നിങ്ങളെന്നൊക്കെ ചോദിക്കുവോ? ശരിക്കും കോമഡിക്ക് പറയുന്നതൊക്കെ ചിലപ്പോ നമ്മുടെ നേരെ വരാറുണ്ടേ നെഞ്ചത്തേക്ക്. അല്ല, ചോദിക്കുന്നതിനും തെറ്റൊന്നുമില്ലല്ലോ. അല്ല, എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് അറിയില്ല, എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. 100% കൺഫേം ആയി പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. 100 എന്നല്ല പറയുന്നത്, 100-110. അതെ, അത്രയ്ക്കും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു, അതായത് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നാളെ മറ്റന്നാളൊന്നല്ല, സെപ്റ്റംബറിലൊക്കെയാണെന്നാണ് കേട്ടത്. ഉടനടി ഉണ്ടാവും. എന്തായാലും അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പ്രൊമോസ് വന്നിട്ടുണ്ട്. പിന്നെ പ്രൊമോയിൽ പ്രത്യേകം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമണേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം ഈ സീസണിൽ. ഓക്കെ, അത് വിളവടിച്ചേ കോമണേഴ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോ അതും വെറും കോമണർ എന്നുള്ള പേര് മാത്രം മതി. അതാണ് നമ്മളെ പോലെ തന്നെ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് വേണമെന്ന് ഒരു നിർബന്ധമല്ല. എന്തായാലും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും കോമണേഴ്സ് ഉൾപ്പെടുന്ന ഒരു സീസൺ ഇതായിരിക്കും. ബിഗ് ബോസ് സീസൺ 8. മിക്കവാറും കോമണേഴ്സ് ഈ സീസണോട് കൂടി പരിപാടി നിർത്തും ചെയ്യില്ലേ? ഇനി കോമണേഴ്സ് വേണ്ടെന്ന് ഒരു ആ അവസ്ഥയിൽ എത്തിക്കാതിരുന്നാ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും അങ്ങനെ ആവില്ല. കോമണേഴ്സിനോട് മുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇനി വരുന്ന സെലിബ്രിറ്റീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കോമണേഴ്സിനോട് മുട്ടാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും. അത് സ്വാഭാവികമാണല്ലോ. കാരണം സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് അത് കോമണേഴ്സിന് പോകും. തീർച്ചയായിട്ടും. നമ്മളെന്ത് മണ്ടന്മാരെന്ന് ആലോചിച്ചേക്ക്. നമ്മള് എങ്ങനെയൊക്കെ ബിഗ് ബോസ് കയറണമെന്ന് കരുതിയിട്ട് സെലിബ്രിറ്റീസ് ആയി. സാധ്യത ഉള്ളത് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മള് തുടക്കത്തിൽ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാന്ന് പറഞ്ഞു. അല്ല, ബുദ്ധി മണ്ടന്മാരാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞ അതുകൊണ്ടാണല്ലോ. നമ്മൾ ഇതിനു വേണ്ടിയായി, എന്നിട്ട് അതില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ അവര് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഞങ്ങൾ ഇറങ്ങി തിരിച്ച് അന്നത്തെ ട്രെൻഡ് അതായിരുന്നു. തീർച്ചയായും ഞങ്ങൾ ആ ട്രെൻഡ് അനുസരിച്ച് സഞ്ചരിച്ച് അവസാനം ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ അവര് പറയാണ് ഞങ്ങൾക്ക് സെലിബ്രിറ്റീസിന് ആവശ്യമില്ല, അതും എടുക്കുവാണെങ്കിൽ തന്നെ നല്ല അന്തസ്സുള്ള സെലിബ്രിറ്റികളെ ഞങ്ങൾ എടുത്തോളാം. അതിൽ നിങ്ങൾ പെടൂല, നിങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, നിങ്ങൾ അവിടെ പോവുകയും ചെയ്തു. ഇതിന് രണ്ടിന്റെയും നടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. എന്താണെങ്കിലും ഒരു ലിസ്റ്റ് അല്ല, ഒരുപാട് മിക്കവാറും തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. മണലാരണ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇനി പറഞ്ഞു തെറ്റിക്കണ്ട, ഒരു പ്രാവശ്യം തെറ്റിച്ച് അവർ സഹിച്ചു, ഇനി ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കണ്ട. തെറ്റാത്ത കാര്യം പറയാൻ പോവാണ്. നമ്മുടെ ഈ സീസണിൽ വരാൻ പോകുന്ന ആൾക്കാർ ഇത് 100% സത്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നിട്ടുള്ളത്. 100% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചാവൂട്ടോ. അങ്ങനെ ലിസ്റ്റില് മമ്മൂട്ടി, മോഹൻലാലും മറ്റേ ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് മെസ്സിയും ക്രിസ്ത്യാനോയും അവരൊക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അതായത് റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ക്രിസ്ത്യാനോയോ മെസ്സിയോ ആരുടെ പടവും വെച്ചിട്ട് സീസൺ 8 തുടങ്ങും. അതായത് ചില യൂട്യൂബ് ചാനലിൽ വരുന്ന അല്ലെങ്കിൽ റീൽസിൽ വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുറേ വീഡിയോസൊക്കെ അങ്ങനെയാണ്.
അതായത് പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് വരുന്നത്. യെസ്, വല്ലാത്ത പ്രഡിക്ഷൻ ലിസ്റ്റുകളാണോ. അങ്ങനത്തെ ഒരു കിടുകിണ്ണാച്ചി പ്രഡിക്ഷൻ ലിസ്റ്റാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ബിഗ് ബോസ് ഒക്കെ ഇത് കാണുമ്പോ ബിഗ് ബോസ് ഒക്കെ ബിഗ് ബോസ് തന്നെ അറിയുന്നത് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് കാണുമ്പോഴാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന്. ഇവരൊക്കെ കൊണ്ടുവരാനാണെങ്കിൽ ബിഗ് ബോസ് നമ്മൾ പറഞ്ഞ പോലെ മണലാരണ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. മണലാരണ്യം. ഓ കറക്റ്റ് ആയല്ലോ. ഞാൻ പിന്നെ ആദ്യം നിന്റെ കൂടെ നിന്റെ ബുദ്ധിയില്ലാത്ത തിരിച്ച് ഇല്ലേ സമയം കിട്ടും തന്നോ, ഞാൻ മേടിക്കാൻ റെഡിയാണ്. ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തവർക്ക് എന്തും പറയാലോ. ഈ ലോകത്ത് ബുദ്ധി ഇല്ലാത്തവർക്ക് മാത്രമേ എന്തും ചെയ്യാനും എന്തും പറയാനും പറ്റുള്ളൂ. അത് അങ്ങനെ ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യ. അതിനേക്കാളും വലിയൊരു കവചം ഈ ലോകത്ത് വേറെ. സത്യം. ഓക്കെ, എന്തായാലും നമുക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നമുക്കതൊന്ന് കണ്ടുപോകാം. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ അറിയാഞ്ഞിട്ട് പോയി. അതിന്റെ ഇടയിൽ കൂടെ സുഖവിവരങ്ങളും കൂടെ അന്വേഷിക്കണമല്ലോ. അങ്ങനെ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. ഉണ്ടോ? ചോദിച്ചു. അവരല്ല ഉത്തരം പറയേണ്ടത്, ഞാൻ തന്നെ പറഞ്ഞിട്ട്. ഒന്ന് ഓരോ വീട്ടിലും കയറി ആ ചേച്ചി നമ്മുടെ വീഡിയോ എന്നും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചേച്ചി. ആ ചേച്ചിയുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തൊരു ചേച്ചിയും കൂടെ ഉണ്ട്. എന്തായാലും രണ്ടുപേരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി നീ കണ്ടുപിടിച്ചോ. സംഭവം എന്താണെന്നറിയോ, ഉദ്ദേശം അതായത് ഈ വീഡിയോ വരുമ്പോ 2 വ്യൂ ഉണ്ടാവും. ഒന്ന് ഞാൻ, ഒന്ന് ഇവൻ. പക്ഷെ അവിടെ ചേച്ചി മറ്റൊരു ചേച്ചി തുടങ്ങല്ലോ. ചേച്ചി തുടങ്ങി. ശരി, തുടങ്ങാം. എപ്പോ തുടങ്ങണം? 110% ഉറപ്പ്. കൺഫേം ആയി. വീട്ടിൽ പട്ടിണിയായിട്ടിരിക്കുകയാണ്, ബിഗ് ബോസിലേക്ക് പോകാൻ പോവാണ്. സെറ്റ്. ഇങ്ങനത്തെ വിശ്വസിച്ചേ കിണ്ണം കാച്ചി പ്രൊഡിക്ഷൻസ് പോരട്ടെ. ആദ്യം തന്നെ പോരട്ടെ. അടുത്ത പോരട്ടെ. അടുത്താരാണ്? സീസൺ 5 കണ്ടല്ലേ ഇറങ്ങി പോടി കൊച്ചേന്ന് പറഞ്ഞത് ബിഗ് ബോസ്. അന്ന് ബിഗ് ബോസ് ടീം തന്നെ ആളുടെ അതായത് അന്ന് ഓരോരുത്തരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഓരോരുത്തരുടെ പ്രൊഫഷനൊക്കെ പറഞ്ഞിട്ടാണ് അവര് അനൗൺസ്മെന്റ് നടത്തിയിരുന്നത്. അതായത് കുറെ ക്ലൂ തന്നിട്ട് ആ ക്ലൂവിലെല്ലാം വ്യക്തമായിരുന്നു അമല ഷാജി ഉണ്ട് എന്നുള്ളത്. അതെ. പിന്നെ ആള് എങ്ങോട്ടോ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. പിന്നെ എപ്പോഴോ മറ്റേ സിദ്ദീഖ് പറഞ്ഞ പോലെ. സിദ്ദീഖ് പറഞ്ഞ പോലെ അല്ലല്ലോ, പ്രഫത്ത് പറഞ്ഞ പോലെ. വേണ്ട ചേച്ചി, വേണ്ട. അമല ഷാജി. ഓക്കെ, ഷാജി വരട്ടെ. ലച്ചു, നമ്മുടെ ഉപ്പും മുളകും. ഇപ്പൊ പ്രത്യേകിച്ച് സീരിയൽ ഇല്ല, ഒന്നുമില്ല. അല്ല, ഉപ്പും മുളകും ഉണ്ടല്ലോ. പിന്നെ ഉപ്പും മുളകും ഇപ്പോഴും റണ്ണിങ് അല്ലേ? ഉപ്പും മുളകും ഉണ്ട്, പക്ഷെ ഉപ്പും മുളകും അതിനകത്തില്ലാന്നേ ഉള്ളൂ. ചേരുവ കുറവാ, ബാക്കിയെല്ലാം ഉണ്ട്. ഉപ്പും മുളകും. എന്താണെങ്കിലും ആ ഒരു കാലത്തെ പേരും ട്രെൻഡായിട്ട് വന്ന സീരിയൽ കേട്ടോ. ആളും അല്ല, മേ ബി വന്നേക്കാം, മുടിയം വന്നു പോയതാണ്. ഇനിയിപ്പം ലച്ചും കൂടി വരട്ടെ, നോക്കാം. ലക്ഷ്മി ഇപ്പൊ വരും. മിഥുൻ വിട്ട തന്നെ. മോനെ പൊളിച്ച് ഉറപ്പായിട്ട് ഹിറ്റായി. കാരണം ആളുണ്ടെങ്കിൽ ഏത് സീസണും അത് വേറെ ലെവലായി. ആളുടെ തോളിലായിരിക്കും ആ സീസൺ, അത്ര ഗംഭീരമായിരിക്കും. എന്താളിയാ ഞാൻ നോക്കിയിട്ടല്ലേ പറഞ്ഞേ. ആ മാലയും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ നമ്മളെ ബിഗ് ബോസ് ടീം ആനയിച്ചുള്ളിലേക്ക് ആനയിക്കുന്ന ആ സമയത്ത് ഒരു മൂവി റിവ്യൂ സന്തോഷ് ഇട്ടോണ്ടിരിക്കുന്നത് ഇതിൽ 100% ഒപ്പിക്കാതെ എല്ലാം അറിയുന്ന ഒരാളാട്ടോ. ഇപ്പൊ നമ്മളെക്കാട്ടിലും ബുദ്ധി ഇല്ലാത്തവരും ഉണ്ടോ ഈ നാട്ടില്? അല്ല, എനിക്ക് അറിയാൻ വേലായിട്ട് ചോദിക്കാം. സന്തോഷ് വർക്കി. എടാ, ഇങ്ങനെ ഒരാളെ ഞാനേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അലിൻ ജോസ് പെരേര എന്നാണ് ആളുടെ പേര്.
ആള് വേറെ ലെവലല്ലടാ. അതെ, ആളുടെ രൂപത്തിൽ വന്ന സന്തോഷ് വർക്കി, അതായത് ആറാട്ടണ്ണൻ. പ്ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്തു കാണോ? മനഃപൂർവ്വം ചെയ്തായിരിക്കും. ആലിൻ ജോസിനിട്ട് ഒരു പണി കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളത്. അതല്ല, ഈ മുഖം വെച്ചിട്ടേ അത്രക്കും ഇങ്ങോട്ട് ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ ആ ഒരു മുഖം കിട്ടിയതാണ് എഴുതിയിട്ടേ ചിലപ്പോ എവിടെയെങ്കിലും. എന്താണെങ്കിലും ഇതൊരു 110% ഉറപ്പിച്ച സംഭവമാണ് കേട്ടോ. കൺഫേം ആണ്. ആള് ഉറപ്പായിട്ടും ഉണ്ടാവും. ആറാട്ടണ്ണൻ. നോ ഫേക്ക് ന്യൂസ്. അതെ, ആറാട്ടണ്ണൻ കൺഫേം. നിനക്കൊരു കുണ്ട്രസ് വരാനുള്ള ആൾക്കാരൊന്നും ഇല്ല ഇതിനകത്ത്. മീനാക്ഷി രവീന്ദ്രൻ, ആക്ട്രസ്, അവതാരക, മേ ബി വന്നേക്കാം, ചാൻസ് ഉണ്ട്. ഒരിക്കലും വരും. ആള് നല്ല തമിഴ് സിനിമകളൊക്കെ ചെയ്ത് ഫുൾ തിരക്കുകൾ നടക്കുമ്പോഴാണ്. പിന്നെ ഐശ്വര്യ റംസായി, ആള് പണ്ട് മുതലേ കുറെ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് മലയാള സീരിയലിൽ അഭിനയിക്കുന്ന ഒരു തമിഴ് പെൺകുട്ടി. ഹായ് നിനക്കുള്ളതായല്ലോ. ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പിയാണ്. എന്റെ ജാൻമണി, അതുപോലെ എന്റെ ജാസി. ജാൻമണി എന്ന് പറയില്ലേ, അപ്പൊ എനിക്ക് ആ പാട്ട് ഓർമ്മ വരും. സ്വർണ്ണമുഖിലെ. അപ്പൊ അതുപോലെ നമ്മുടെ ലിസ്റ്റിലേക്ക് ഇതാ ഒരാള് വരണേ എന്ന് ഞാൻ ആർത്തമായി പ്രാർത്ഥിക്കുന്നു. വരട്ടെ. ആളും കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസിൽ വരും വരും എന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തായാലും കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരട്ടെ. എന്താണെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളുണ്ടാവും. അപ്പൊ പിന്നെ കോമണേഴ്സേ, നിങ്ങളൊന്നും മുട്ടിയിട്ട് ഒരു കാര്യമല്ല മക്കളെ. കപ്പ് നമ്മുടെ പൊന്നു സഹിക്കാം. പോക്കും ലാലേട്ടന്റെ ഇടത് സൈഡിലോ വലത് സൈഡിലാന്ന് പറഞ്ഞൂടാ, ഏതെങ്കിലും സൈഡിൽ നിന്നിട്ട് ആൾ ഈ പൊന്നു സഖി എന്തിനാന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് കപ്പ് ഉയർത്തുമ്പോ നിങ്ങളുടെയൊക്കെ രോമണീക്കുന്ന എനിക്ക് കാണടാ. ഞാൻ ക്രിഞ്ചന്റെ ആളല്ലേ, അപ്പൊ ആ ക്രിഞ്ച് പരിപാടി ഇവിടെ തുടരും. അതാ ഞാൻ ആദ്യം ചോദിച്ചത്, നിനക്ക് നീ ആഗ്രഹിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നും ഇതിനകത്ത് ഇല്ലേന്ന്. അപ്പത്തേക്കും വന്ന് ബോസ് അല്ലേ, ഉണ്ടാകാതിരിക്കുവോ? സ്വാഭാവികം. നമുക്ക് ഓരോരുത്തരും ആ ഒരു ലിസ്റ്റിൽ ആ ഒരു യൂണിവേഴ്സിലേക്ക് പറ്റിയ കുറെ ആൾക്കാരെ കിട്ടും. പക്ഷെ ഇവരുടെ യൂണിവേഴ്സ് ഒരു വല്ലാത്ത യൂണിവേഴ്സ് ആട്ടോ. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശല്യം ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ട്രെൻഡ്. പണ്ട് ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടാ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഏതാ വലിപ്പം, ഭയങ്കര ഉയരത്തിലാ. പക്ഷെ ഇപ്പം ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ ഉയരത്തിന്ന് ഇവര് എയറിലാണെങ്കിലും കുഴപ്പമില്ല, ഇവര് എങ്ങ് ലോ ലെവലിലോട്ട് ഇറങ്ങും, അങ്ങ് താഴെ പോയി കിടക്കും. ഏത് അതൊരു വല്ലാത്ത കേട്ടോ. നമ്മങ്ങനെ ആലോചിച്ചു എന്ത് കോപ്രായം കാണിക്കും. അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുഖം പൊത്തിയിരിക്കും ആൾക്കാര്. അമ്മാരി വെറുപ്പിച്ചിട്ടുണ്ട്. സത്യം ഇനിയും അത് തുടരും. അതിനാണല്ലോ നമ്മൾ ഈ 8 ഇറക്കി വിടുന്നത്. കഥ തുടരും. ജനങ്ങളെ ശല്യം ചെയ്യാൻ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി ഇറക്കുന്നുണ്ട്. അതിനുള്ള ഫാക്ടറിയാണത്. അത് ഓരോ സീസണായിട്ട് ഇങ്ങനെ പുറത്തു വിടും. കൂടെ നമ്മളും ശല്യം ചെയ്യും, ഞങ്ങളും ശല്യം ചെയ്യും. അതുകൂടി പറഞ്ഞു വെച്ച് പോണല്ലോ. അത് സത്യമാണ്. ഞാൻ സേഫാണ്, എനിക്ക് കവചുണ്ട്, ബുദ്ധിയില്ലാത്ത ആളാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോ ഓരോ ചൂടും ഞാൻ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് വെക്കണമെങ്കിൽ. ശ്രദ്ധിക്കും. ഇപ്പൊ കിട്ടും. നോക്കിയിരുന്നോ? റാപ്പർ ഇപ്പൊ എന്താന്നറിയോ, എല്ലാവരുടെയും പേരിന്റെ മുകളിലും കൂടെ നോക്കേണ്ട അവസ്ഥ. കറക്റ്റ് ആയിട്ടേ ഫോട്ടോ ഇത് ഗബ്രി എന്ന് പറഞ്ഞ ആള് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോ. റാപ്പർ ഗബ്രി ഒക്കെ ഏതായാലും സത്യം. വൈകാറോസ് ആളൊക്കെ ചിലപ്പോ ഉണ്ടായ കേട്ടോ. അതെ, സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെയാണല്ലോ, അതായത് സ്റ്റാർ മാജിക്കിൽ നിന്ന് പോയാൽ പിന്നെ ബിഗ് ബോസ് ആണ്. ചരിത്രം അതാണ്. ഓക്കെ, ആരായിരുന്നു? സന്ദീപ്, നമ്മുടെ യൂട്യൂബർ, ഇൻഫ്ലുവൻസർ. മേ ബി വന്നേക്കാം. അജ്മൽ ഖാന്റെ കുറെ മുന്നേ മുതൽ കേൾക്കുന്ന പേരാണ്. അതെ, വന്നു പോയതാണല്ലോ. ഇതും ഒരു 2-3 സീസൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന പേരാണ് കേട്ടോ. ഇപ്പൊ ആക്ടറുമായി. ആളുടെ ഇഷ്ടം പോലെ ഇരിക്കും, വരണം വേണ്ട എന്നൊക്കെ ഉള്ളത്. അത് നമ്മള് പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ യൂണിവേഴ്സിലേക്കുള്ള ആൾക്കാരാണ്. അതെ,
ലക്ഷ്മി നക്ഷത്ര വരാൻ ചാൻസ് കുറവാ, പറയാൻ പറ്റില്ല കേട്ടോ. അറിയില്ല. സ്റ്റാർ മാജിക് ഒന്നും ഇല്ലാത്തോണ്ട്. ഡോക്ടർ രേവതി. റിവ്യൂവർ, ബിഗ് ബോസ് ബോസ് റിവ്യൂവർ വരും വരണം. അടുത്തത് സാജൻ സൂര്യ. എപ്പോഴത്തെ ഏരാ, പാവം 7 സീസൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന പേര്. അതായത് സീസൺ 1 കഴിഞ്ഞപ്പോ മുതല് അതെ. പുറത്ത് കേൾക്കുന്ന പേരുകളിലൊന്നാണ് സാജൻ സൂര്യ. ബിഗ് ബോസും അറിയും, നാട്ടുകാർ മൊത്തം അറിയും, പക്ഷെ ആള് മാത്രം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് പോലും മൂപ്പർക്ക് അറിഞ്ഞുകൂടാ. അതാണ് അവസ്ഥ. അതെ. എന്താണെങ്കിലും നല്ല കീട്ടിലും പ്രൊഡ്യൂഷൻ ഉണ്ടാവും. സത്യസന്ധമായി 150% ഉറപ്പിക്കാം. ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് 100% നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ 50% കൂടി ഉറപ്പിച്ചു. ഇത്രയും ആൾക്കാർ കൺഫേം ആണ്. ഞങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ വിശ്വസിച്ചു. സീസൺ ആയിരിക്കൂലേ, സൂപ്പർ ആയിരിക്കും. കോമഡേഴ്സ് ഒക്കെ കൊടുക്കും. ഇവിടെ കോമഡേഴ്സിന് ഒരു സ്ഥാനമില്ല. അതെ, ഇത്രയും പേരുണ്ടെങ്കിൽ. എന്തായാലും ആറാട്ടണ്ണൻ ഉണ്ടല്ലോ, ജാസി ഉണ്ടല്ലോ. ആറാട്ടണ്ണനും ജാസി മീറ്റ്, അതായത് നേർക്ക് നേർ വരും. ഫൈനലി എനിക്ക് ഒരു സിനിമയിൽ രംഗം ഓർമ്മയായിരുന്നു. ഏതാടാ? കിളിച്ചുണ്ട മാമയോ എന്റെ മേത്ത് തൊട്ട മയത്തോ പറഞ്ഞു. അപ്പൊ സുന്ദരിയല്ല നാരാ പറഞ്ഞ കൂട്ടി സത്യം അവസാനം സീസൺ കഴിയാനും നമ്മളായിരിക്കും. അപ്പം അല്ലേ ആ സീൻ ഇങ്ങനെ ചിന്തിച്ചു നോക്ക് അണ്ണാ. ഓക്കെ, എന്തായാലും അണ്ണൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലല്ലോ, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്കറിയാം. എന്താണെങ്കിലും അത് പൊളിച്ചു പരിപാടി. ആ പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഈ സീസൺ മെയിൻ ആയിട്ട് ഇവരെ കേന്ദ്രീകരിച്ചായിരിക്കാം ചിലപ്പോ എല്ലാ സ്ക്രിപ്റ്റും പ്ലാൻ ചെയ്യുന്നത്. അതെ, മേ ബി അങ്ങനെ ആയിരിക്കാം. കാരണം അത്രയും വൈറൽ കണ്ടന്റ് ആണ് രണ്ടുപേരും. കോമഡീസ് ഒക്കെ തീരും. കോമഡീസിനൊക്കെ അങ്ങനെ അടിക്കുന്നതിൽ ഇങ്ങനെ ഓരോരുത്തരെ വീഴ്ത്തും. ആ സഖിയുടെ ഓരോ അടിയിലും ഓരോ സഖിയിലും ഓരോ സഖന്മാരും സഖികളും വീഴും. മെയിൻ ആയിട്ട് വീഴുക. എന്താണെങ്കിലും ഇനിയിപ്പം അയ്യോ അത് പ്രത്യേകം എടുത്തു പറയണം. ഇനിയിപ്പം മുന്നോട്ട് നമ്മളെ യാത്ര ആരംഭിക്കുകയാണ്. ബിഗ് ബോസ് ജേണി തുടങ്ങാണ്. എല്ലാരും കൂടെ തന്നെ ഉണ്ടാവണം. ഇനി നമ്മള് അതാ പറഞ്ഞേ, ഇത് എപ്പോഴെങ്കിലും നിങ്ങള് അവിടെ വന്നോ വരുമ്പോ നിങ്ങൾ ഓർത്താ മതി. ഇവര് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്താ മതി. ഒരു 6 മാസത്തെ ലീവാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് കഴിഞ്ഞാൽ ബാപ്പാക്ക് തിരിച്ചു മണലാരണ്യത്തിലേക്ക് കറക്റ്റായി കിട്ടിയാലോ അങ്ങോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാരും കൂടെ തന്നെ ഉണ്ടാവണം. 6 മാസമല്ലേ ചോദിക്കണുള്ളൂ, 3 മാസമല്ലേ ചോദിക്കണുള്ളൂ. അല്ല, അതൊരു 6 മാസം വരെ പോകും, എത്തിക്കും. അതായത് ഇവര് ഈ സീസണിൽ വരുന്ന കണ്ടസ്റ്റൻസുകൾ മനസ്സറിഞ്ഞ് സഹായിച്ചാൽ അതിനുശേഷം കുറേ വിവാദങ്ങളുണ്ടാവും. അതെ, തീർച്ചയായും. അതിലൂടെ നമുക്ക് 2 മാസം കൂടി കിട്ടും. കഴിഞ്ഞ സീസണിലെ പോലെ ഉണ്ടാക്കരുത്, നല്ല നല്ല വിവാദങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വിസയില് ഡേറ്റ് അടിക്കണ്ടല്ലേ? അതാ പറഞ്ഞേ, എന്തായാലും 6 മാസം ലീവ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ലീവ് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ തകർക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്. നാളെ അടുത്ത പ്രൊഡക്ഷൻ ലിസ്റ്റുമായിട്ട് വരുന്നുണ്ട്. നാളെ വരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ പ്രമോസ് ഒക്കെ ഉണ്ടോ? നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടില്ലല്ലോ, ലാലേട്ടന്റെ പ്രമോസ് ഒക്കെ ഉണ്ട്, വെച്ച് നോക്കാം. വ്യൂസ് ഉണ്ടെങ്കിലേ വരുവുള്ളേ. വെറുതെ സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് മണലാരണ്യങ്ങളിലേക്ക് പോയിക്കൂടെ? അതാണ്, അവിടെ പോയിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ കുറെ ഒട്ടാങ്ങളെ തീറ്റാനെങ്കിലും ഉണ്ടോ? ഞാൻ നിർത്തിയതാണ്, ഒരു സാധനം വന്നതായിരുന്നു. കറക്കാനാണോ ഉദ്ദേശമായിട്ടൊരു പ്രശ്നം വരുന്നുള്ളതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ പോവാണ്. ബൈ. ബൈ. സീരിയസ് ആയി.